ഹലോ ഗായ്സ്, നമുക്കിന്നൊരു ഈവനിങ് വ്ലോഗ് ആയാലോ. അപ്പം നമ്മൾ ഇന്ന് ഈവനിങ്ങിൽ ഒരു സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൈരളി തിയേറ്ററിലായിരുന്നു കേട്ടോ നമ്മൾ സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. അപ്പം നമ്മൾ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ഒരു 6:30 ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ബൈക്കിനാണ് കേട്ടോ പോയത്. അങ്ങനെ നമ്മളൊരു 7 മണിക്കായിരുന്നു നമ്മുടെ സിനിമ തുടങ്ങുന്നത്. ഞങ്ങളൊരു 6:45 ഒരു 7 മണിയോട് അടുപ്പിച്ച് ഞങ്ങൾ സിനിമ തിയേറ്ററിലെത്തി. അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കയറി. ആ സമയമായപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചു ഒരു കുപ്പി വെള്ളം മേടിക്കാം, പിന്നെ കുറച്ച് പോപ്കോണും കൂടെ മേടിച്ച് നമ്മുടെ സിനിമ തുടങ്ങാൻ സമയമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്ക് കയറി. നമ്മൾ ഏത് സിനിമയാന്ന് പറഞ്ഞില്ലല്ലോ, പടക്കളാണ് കേട്ടോ നമ്മൾ കാണാൻ വേണ്ടി പോയ സിനിമയൊക്കെ തുടങ്ങി. ഇന്റർവെല്ലൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങി. തിയേറ്ററിലാണെങ്കിൽ നല്ല തണുപ്പായിരുന്നു കേട്ടോ, അതുകൊണ്ട് പുറത്തിറങ്ങി കുറച്ച് നേരം നിൽക്കാന്നൊക്കെ വിചാരിച്ച് പിന്നീട് ഒരു പോപ്കോൺ ഒക്കെ മേടിച്ച് ഞങ്ങൾ ഉള്ളിൽ കയറി ബാക്കി സിനിമയൊക്കെ കണ്ട്. സിനിമ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല കോമഡി പടമാണ്, അത്യാവശ്യം ചിരിക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് നമുക്ക് എന്തെങ്കിലും പോയി കഴിച്ചാലോ എന്നായി. അങ്ങനെ ഞങ്ങൾ പണ്ട് ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഒരു സൂപ്പ് കിട്ടുന്ന ഒരു കട നോക്കിപ്പോയതാണ് കേട്ടോ. നമ്മുടെ കുറവങ്കോണം ഹുണ്ടായി ഷോറൂമിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു കട സ്ഥിതി ചെയ്യുന്നത്. കടേൻ്റെ പേര് വരുന്നത് പോപ്പീസ് സൂപ്പ് ഷോപ്പ് എന്നാണ്. അവിടെ ചെന്നിട്ട് ഞങ്ങളൊരു മട്ടൺ സൂപ്പും പിന്നെ ബ്രെഡും സ്റ്റൂവും അതുപോലെ തന്നെ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള എന്തൊരു ചായയും കൂടെ മേടിച്ചു. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. കുറച്ച് ഉപ്പിന് കുറവുണ്ടായിരുന്നു. ഓൾറെഡി അവിടെ കുറച്ച് ഉപ്പും കുരുമുളകും വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഞങ്ങൾക്ക് ശരിയായിട്ടില്ല, എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ. നല്ല അഫോർഡബിൾ ആയിട്ട് നമുക്ക് സൂപ്പൊക്കെ കിട്ടുന്ന ഒരു കടയാണ്. ഞങ്ങൾ സൂപ്പൊക്കെ കുടിച്ച് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മാനവീയ വീതിയിൽ എന്തോ ഒരു പരിപാടി നടക്കുന്നതായിട്ട് കണ്ടത്. അങ്ങനെ ഞങ്ങൾ ആ വഴി കൂടെ പാസ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഞങ്ങൾ അവിടെ എത്തി. വണ്ടി ഒന്ന് നിർത്തി ഞങ്ങളൊന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു എന്തോ ഒരു റോഡ് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ആണ്ട് വരുന്നുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് എന്തോ ഒരു പരിപാടിയായിരുന്നു തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് ചോക്ലേറ്റ് കഴിക്കാൻ തോന്നി. ഞങ്ങൾ ചോക്കോബേയിൽ കയറിയിട്ട് മാർഷ്മെല്ലോ ട്രിപ്പിൾ ചോക്ലേറ്റ് ഓർഡർ ചെയ്ത് കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ തൊട്ടപ്പുറത്തുള്ള ജ്യൂസ് ബേയിൽ കയറിയിട്ട് ഒരു ലൈം സോഡയും കൂടെയും കുടിച്ചു. അങ്ങനെ ഞങ്ങളുടെ വയറൊക്കെ നടഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈവനിങ് വ്ലോഗ്. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.